സി.ആർ. നീലകണ്ഠൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ സി.ആർ. നീലകണ്ഠൻ, മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞനെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അങ്ങനെ ഒരു പ്രകൃതി സ്നേഹിയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിൽ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, അതിലേറെ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു. പരിസ്ഥിതിയും സമൂഹവും മനുഷ്യന്റെ നിലനിൽപ്പിൽ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവഗാഹമായ പഠനം നടത്തിയ ഒരാളാണ്. ഇപ്പോൾ കേരളം പോലൊരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ സമീപത്തുള്ള പ്രദേശം, കേരളം നമ്മുടെ സ്ഥലമായതുകൊണ്ടും കൂടുതൽ വൾണറബിൾ ആയതുകൊണ്ടും പറയുകയാണ്. കാലാവസ്ഥാ മാറ്റം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കേരളം അതിനെ നേരിടാൻ പോകുന്നത് എന്ന ചോദ്യം, അതിൽ പശ്ചിമഘട്ടത്തിന്റെ സുസ്ഥിരത എത്ര പ്രധാനമാണ് എന്നത് അദ്ദേഹത്തിന് ഒറ്റ വാചകം മതി. അത് വാട്ടർ ടവറാണ് കേരളത്തിന്റേതാണ്. വാട്ടർ ടവറാണ് നമുക്ക് പൊട്ടിയത്. പശ്ചിമഘട്ടം നശിക്കുന്നതോടുകൂടി കേരളത്തിന്റെ വാട്ടർ ടവർ പൊട്ടുകയും 2018 മുതൽ നിരന്തരമായി പ്രളയവും ഉരുൾപൊട്ടലും മറ്റ് നാശങ്ങളും കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. മനുഷ്യന് നാശം, സമ്പത്തിന് നാശം നിരന്തരമായി. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ കുറെ രക്ഷാപ്രവർത്തനമല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. മനുഷ്യന്റെ ജീവൻ എത്ര നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ വലിയ തോതിൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും, ഓരോ നിമിഷവും. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം ഒരു ജനകീയ ശാസ്ത്രജ്ഞനാണ്. ജനപക്ഷത്തു നിന്ന് ധൈര്യത്തോടെ ഭരണകൂടത്തെ നോക്കി ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ മാധവ് ഗാഡ്ഗിലിനെ പോലെ ഒരാളുടെ നഷ്ടം ഒരു രാജ്യത്തിന് ഉണ്ടാകുന്ന വലിയ നഷ്ടമാണ്. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് മരണാനന്തരവും കേരളത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഞാനിവിടെ ഉണ്ടായിരുന്നുവെന്ന്. അത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും എടുത്തെടുത്ത് വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ സി.ആർ. നീലകണ്ഠൻ, അതുപോലെ തന്നെ നമ്മൾ നേരിട്ടിട്ടുള്ള പല പ്രകൃതി ദുരന്തങ്ങളെ പറ്റി മുൻകൂട്ടി നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളെയൊക്കെ, അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ ചരിത്രം ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക? എങ്ങനെയായിരിക്കും ചരിത്രം വിലയിരുത്തുന്നുണ്ടാവുക? ചരിത്രം വളരെ വ്യക്തമായി വിലയിരുത്തും. കാരണം ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ വരികയാണ്. പ്രത്യേകിച്ചും കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന വളരെ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അത് കേരളത്തെ പോലൊരു ഭൂമിയിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിനും കടലിനും ഇടയിൽ കിടക്കുന്ന വളരെ ചെറിയൊരു ഭൂമിയിൽ എത്ര രൂക്ഷമായാണ് അനുഭവപ്പെടുക. കാരണം മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ കൂടുതൽ കേരളത്തിലാണ് വരിക. പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം അറബിക്കടൽ വരെ എത്തുന്ന, അതാണ് 2018 മുതലുള്ള പ്രളയങ്ങളിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായി, കേരളം മാത്രമല്ല, അദ്ദേഹം ഹിമാലയൻ താഴ്വരകളെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ഹിമാലയൻ താഴ്വരയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നടത്തുന്ന ഓരോ ഇടപെടലുകളും എങ്ങനെയാണ് നമ്മെ തന്നെ തിരിഞ്ഞുകുത്തുന്നത് എന്ന് പഠിക്കണം എന്ന്. അത് ഏതൊക്കെ ഇടപെടൽ നമുക്ക് നടത്താം, എവിടെയൊക്കെ നടത്താം, എങ്ങനെയൊക്കെ നടത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെതിരായി നാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള തിരിച്ചടി കിട്ടും. ഒരുപക്ഷെ കേരളത്തിന്റെ നിലനിൽപ്പ് പോലും ഗാഡ്ഗിലിനെ നമ്മൾ എത്ര ബഹുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. നന്ദി ശ്രീ സി.ആർ. നീലകണ്ഠൻ, മാധവ് ഗാഡ്ഗിലുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചതിന്. മാധവ് ഗാഡ്ഗിൽ, പരിസ്ഥിതി പ്രവർത്തകൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമഘട്ടത്തിനായി അത്രയധികം പ്രയത്നിച്ച, പരിസ്ഥിതിക്കായി അത്രയധികം പ്രയത്നിച്ച, നമുക്കൊക്കെ പല പരിസ്ഥിതി ദുരന്തങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് തന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മെ വിട്ടുപോകുന്നത്. ഇനി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ, പരിസ്ഥിതിക്ക് വേണ്ടി വാക്കുകൾ ഉന്നയിക്കാൻ ഇനി ആരുണ്ട് എന്ന ഒരു ചോദ്യം അവിടെ ഇപ്പോൾ ബാക്കിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.